വെൽക്കം ബാക്ക്. അപ്പോൾ ജോലിയൊക്കെ ചെയ്ത് ടയേർഡായിരിക്കുന്ന ദിവസമായിരുന്നു. ഇന്ന് സൺഡേ ഒരു ലീവ് കിട്ടിയത്. അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്യാം, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി പോയതാണ്. ഈ ഫ്രൂട്ടിൻ്റെ പേര് ഞങ്ങൾക്കറിയില്ല, ആദ്യമായിട്ട് കാണുക. പിന്നെ ഇവിടെ പോയപ്പോൾ നിറയെ മുന്തിരിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർ മുന്തിരിയൊക്കെ നോക്കി, മുന്തിരി തോട്ടത്തിൻ്റെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിത് മുന്തിരി അങ്ങനെ നേരിട്ട് മുന്തിരി ചെടിയിൽ പോയി അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ അങ്ങനെ പിടിച്ചൊക്കെ നോക്കി. ഒന്നും ആയിട്ടില്ല, ചെറിയ പരുവമാണ്. അപ്പോൾ നമ്മളതൊക്കെ നോക്കി. പിന്നെ അവിടെ ഒത്തിരി ചെടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. എനിക്ക് ഒരു മുല്ലച്ചെടി വേണമായിരുന്നു. എനിക്ക് ഒരു മുല്ലച്ചെടി എടുത്തു. പിന്നെ ഉണ്ണിയേട്ടൻ ഇവിടെ നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഓരോ ചെടികളൊക്കെ ഉണ്ണിയേട്ടൻ തന്നെ നല്ല ചെടിയൊക്കെ നോക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ബൊഗെയിൻവില്ലയുണ്ട്. പിന്നെ റോസ് കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമാണ് റോസ്. പലതരം വെറൈറ്റി റോസുകളുണ്ടായിരുന്നു. പിന്നെ ചെമ്പരത്തി, ഞങ്ങളുടെ നാട്ടിൽ ഈ പൂവിന് ചെമ്പരത്തി എന്നാണ് പറയുക. പല കളറുള്ള വെറൈറ്റി ആയിട്ടുള്ള ചെമ്പരത്തി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് റോസയും ഇഷ്ടംപോലെ മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയേട്ടൻ വേറൊരു ഫാമിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ റോസയ്ക്ക് അവിടെ വിലക്കുറവ്, നമുക്ക് അവിടെ നിന്ന് മേടിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്നാലും കുറച്ച് റോസയൊക്കെ ഞങ്ങൾ എടുത്തു. പിന്നെ അവിടെ മാവിലൊക്കെ ഒത്തിരി മാങ്ങയൊക്കെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ വിച്ചുമ്മൻ പറഞ്ഞു എനിക്ക് മാങ്ങ വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ വിൽക്കാൻ വെച്ച മാങ്ങയൊന്നുമല്ല. പിന്നെ ഈ പൂ നല്ല ഭംഗിയുണ്ട്, എല്ലാ കാലവും ഈ പൂവ് ഇങ്ങനെ ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു തൈ എടുത്തു. പിന്നെ ഇതെന്തോ ഒരു മരുന്നാണെന്നാണ് പറഞ്ഞത് ഈ ഫ്രൂട്ട്. അപ്പോൾ എന്തോ അസുഖത്തിനൊക്കെ ഉപയോഗിക്കുന്നൊരു ഫ്രൂട്ടാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളതിൻ്റെ പേര് ചോദിച്ചപ്പോൾ നോയിക്കായോ അങ്ങനെ എന്തോ ആണ് പേര്. അപ്പം ഞങ്ങളിതുവരെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ റോസിൻ്റെ പല വെറൈറ്റി കളറുകളാണ്. പലതരത്തിലുള്ള റോസ് ഉണ്ട്. എനിക്ക് റോസിൻ്റെ അവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല. അപ്പോഴത്തേക്കും അവിടെ ഒരു വിൻഡ് നിൽപ്പുണ്ടായിരുന്നു. വിച്ചുക്കുട്ടനും സച്ചിക്കുട്ടനും അതിൻ്റെ അടുത്തേക്ക് പോകണം പറഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി. പിന്നെ ഇവിടെ ഒത്തിരി വെറൈറ്റി ചെടികളുണ്ട്. ഇത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവർ അതിലിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് നെല്ലൊക്കെ കൊയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മമാർക്ക് ആ മെഷീൻ കാണണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ പോയി ആ നെല്ല് കൊയ്യുന്ന അതൊക്കെ കുറച്ച് നേരം കണ്ടു. പിന്നെ അവർക്ക് അതിൻ്റെ ഇതിലൊക്കെ നിന്ന് ഈ വണ്ടിയുടെ അടുത്തൊക്കെ നിന്ന് കുറച്ച് അവർ ഫോട്ടോസൊക്കെ എടുത്ത്. അവന്മാർക്ക് പിന്നെ വണ്ടിയോടൊക്കെ അല്ലേ ക്രൈസ്. പിന്നെ ഇതുവരെ അവർ കണ്ടിട്ടില്ല, ഈ വണ്ടി നെല്ല് കൊയ്യുന്ന മെഷീനും ഇതൊന്നും അവർ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ അവന്മാർ അതിൻ്റെ എല്ലാ സെറ്റിങ്സും സംഭവങ്ങളൊക്കെ അങ്ങനെ നോക്കി കണ്ട്. സച്ചുക്കുട്ടനാണെങ്കിൽ ഇങ്ങനെ ഓരോ വണ്ടികളൊക്കെ ഇങ്ങനെ ചെറുതായി കാർഡ്ബോർഡൊക്കെ വെച്ചുണ്ടാക്കുന്നൊരു ശീലമുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കിതിൻ്റെ എല്ലാം നോക്കണം, എനിക്കിതുപോലെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് അതൊക്കെ ഇങ്ങനെ അതൊക്കെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ അവർക്ക് അപ്പോഴേക്കും പോവാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറിയൊരു പുഴ പോലൊരു സ്ഥലം കണ്ടു. പുഴയല്ല എന്നാൽ ഒരു തടാകം പോലെ. അപ്പോൾ അവിടെ കുറച്ച് പശുക്കളും അങ്ങനെയുള്ള വിച്ചുക്കുട്ടിന് പശുവിനെ തുടർന്നൊക്കെ പറഞ്ഞു. പോയി നോക്കിയപ്പോൾ സമ്മതിക്കുന്നില്ല, അവർ ഓടിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ വീണ്ടും ഞങ്ങൾ ആ പശുവിൻ്റെ അടുത്തും വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പോയി. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവന്മാർക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു ജ്യൂസ് കുടിക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ചെറിയൊരു ജ്യൂസ് കുടിച്ചു. പിന്നെ അവിടെ എന്തൊക്കെയോ ഇങ്ങനെ നെല്ല് കൊയ്ത് കൊടുന്നിട്ടിരിക്കുന്നു. പിന്നെ അവിടെ കലത്തിൽ എന്തോ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തോ സ്പെഷ്യലായിട്ടുള്ള എന്തോ ജ്യൂസാണ് തോന്നുന്നു. അപ്പോൾ ഉണ്ണിയേട്ടൻ പോയി തുറന്നൊക്കെ നോക്കുമ്പോൾ കഞ്ഞിയായിരുന്നു. അപ്പോൾ ഉണ്ണിയേട്ടൻ പറയുന്നുണ്ട് ഇത് കഞ്ഞിയാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളത് അവിടെയൊക്കെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് പതുക്കെ അവിടെ നിന്ന് അങ്ങനെ ഇന്നത്തെ യാത്ര കഴിഞ്ഞു. ചെറിയൊരു റിലാക്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ബായ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.